ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു റാപ്പിഡ് റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നിവിടെ 50 ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവസാനത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മലനിര. ഓപ്ഷൻ ഡി ഗിർ മലനിരയാണ് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഗിർ മലനിര. ഹരിത വിപ്ലവത്തിൻ്റെ ശരിയായ ഫലങ്ങൾ എന്തെല്ലാം? ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം ലഘൂകരിച്ചു. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ പ്രധാനമായും അരി, ഗോതമ്പ് എന്നീ വിളകളുടെ ഉൽപ്പാദനത്തിൽ ഒതുങ്ങി നിന്നു. ഭക്ഷ്യദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം സൂക്ഷിക്കുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഇതിൽ ശരിയായിട്ടുള്ള ഫലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി 2, 3, 4 ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം ലഘൂകരിച്ചു എന്നല്ല, അന്തരം കൂട്ടി എന്നുള്ളതാണ് കേട്ടോ. അവർ തമ്മിലുള്ള അന്തരം കൂടുകയാണ് ചെയ്തത്. ബാക്കി 3 ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഒന്ന് നോക്കാം. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി തോതിൽ കുറയുന്നതിന് കാരണമായി. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപ്പാദനത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഭക്ഷ്യദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം സൂക്ഷിക്കുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ എ അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ INCയുടെ അധ്യക്ഷനായിട്ടുള്ളത്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏത്? ഓപ്ഷൻ ബി ന്യൂട്രോൺ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സിയാച്ചിൻ. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി നവംബർ 26. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലേത്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 3, 4 ശരിയായിട്ടുള്ളത്. 1, 3, 4. ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ എന്നുള്ളത് തെറ്റാണ്. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 51-52 കാലയളവിലാണ്. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. കേരള റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1861 മാർച്ച് 12 റെയിൽ ഗതാഗതം ആരംഭിച്ചു. കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ളത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ചെങ്കോട്ട ടു പുനലൂർ. സതേൺ റെയിൽവേ സോണിലാണ് കേരളം ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത് കേട്ടോ. ഇവിടെ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് എന്നുള്ളത് പകുതി ശരിയാണ് കേട്ടോ. പകുതി ശരിയും പകുതി തെറ്റുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷണൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് കേട്ടോ. ഓപ്പറേഷണൽ റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. എന്നാൽ രജിസ്റ്റേർഡ് റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ്. രജിസ്റ്റേർഡ് റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഓപ്പറേഷണൽ റെയിൽവേ സ്റ്റേഷനുകളാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാകയിൽ രാഷ്ട്രപുരോഗതിയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ഡി അശോക ചക്രമാണ് രാഷ്ട്രപുരോഗതിയെ പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. അശോക ചക്രം. ചുവടെ പറയുന്നവയിൽ സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്.
മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ലോകത്തിലെ ഏറ്റവും സാവധാനം പകരുന്ന സാംക്രമിക രോഗമാണ് കുഷ്ഠം. വായുവിലൂടെ പകരുന്ന രോഗമായ ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. നാലാമത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ, വായുവിലൂടെ പകരുന്ന രോഗമായ ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയല്ല, മലിനമായ ജലത്തിലൂടെയോ ആഹാരത്തിലൂടെയാണ് ടൈഫോയിഡ് പകരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായുവിലൂടെയല്ല ടൈഫോയിഡ് പകരുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെ? ഓപ്ഷൻ സി ശ്രീ കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് ഇതിൽ ദണ്ഡിയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് കേട്ടോ. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും 1ഉം 3ഉമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അയിരിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അയിരിൻ്റെ കൂടെ ചേർക്കുന്ന പദാർത്ഥങ്ങളെ എന്ത് വിളിക്കുന്നു? അയിരിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അയിരിൻ്റെ കൂടെ ചേർക്കുന്ന പദാർത്ഥങ്ങളെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി ഫ്ലെക്സ് ആണ് കേട്ടോ. അയിരിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അയിരിൻ്റെ കൂടെ ചേർക്കുന്നത് എന്താണ്? ഫ്ലെക്സ് ആണ്. ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കുറഞ്ഞ താപനില. ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കുറഞ്ഞ താപനില. ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ വ്യാപ്തം ഏറ്റവും കുറഞ്ഞ താപനില. താഴെ കൊടുത്തതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് ഓപ്ഷൻ എ ആണ്. 2 തെറ്റാണ്, 4 തെറ്റാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്? ശൂന്യതയിലാണ്. സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കൂടും. അപ്പോൾ പ്രകാശവേഗം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ശൂന്യതയിലാണ്. ഇനി പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ വജ്രം ഏതാണ്? മാധ്യമം ഏതാണ്? വജ്രമാണ്. അപ്പോൾ അവിടെ പ്രകാശവേഗം ഏറ്റവും കുറവ് എവിടെയായിരിക്കും? വജ്രത്തിലായിരിക്കും. ഇവിടെ കണ്ടോ, പ്രകാശവേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയല്ല, പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമമാണ് ശൂന്യത എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം, പ്രകാശവേഗത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമല്ല. സാന്ദ്രത കുറവായതുകൊണ്ട് പ്രകാശവേഗത എന്തായിരിക്കും? പ്രകാശ സാന്ദ്രത വജ്രത്തിൽ കൂടിയതുകൊണ്ട് പ്രകാശവേഗത അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും, കൂടുതലാവില്ല. ഒന്നുകൂടെ പറയാം. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. പ്രകാശ സാന്ദ്രത കുറവായിരിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും. അപ്പോൾ പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? ശൂന്യതയിലാണ്. ഇവിടെ കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് അത് തെറ്റായിട്ടുള്ളത്. ഇനി പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്താണ്? വജ്രമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലാവുമ്പോൾ അവിടെ എന്തായിരിക്കും? പ്രകാശ വേഗത ഏറ്റവും കുറവായിരിക്കും, കൂടുതലാവില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ സി മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായും സൗജന്യമായും വിദ്യാഭ്യാസം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ. വിദ്യാഭ്യാസ അവകാശവുമായിട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. 76 നമുക്ക് അറിയാം. 86-ാം അമെൻമെൻറ്റിലൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം വന്നിരിക്കുന്നത് അല്ലേ. ഇത് നമ്മുടെ 86-ാം ഭേദഗതിക്ക് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ച വർഷം ഓർത്തിരിക്കണം. എന്നാണ്? 2009 ഓഗസ്റ്റ് 26-നാണ് പ്രസിഡന്റ് അംഗീകാരം കൊടുക്കുന്നത് കേട്ടോ. 2009 ഓഗസ്റ്റ് 26-നാണ് 86-ാം ഭേദഗതി ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം കൊടുക്കുന്നത്. അത് നിലവിൽ വരുന്നത് എന്താണ്? 2010 ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ ഫുളിൻ്റെ അന്നാണ് എന്ത് നിലവിൽ വരുന്നത്? 2010 ഏപ്രിൽ 1-നാണ് എന്ത് നിലവിൽ വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ഇത് നിലവിൽ വരുമ്പോൾ, അതായത് 86-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു കേട്ടോ. APJ അബ്ദുൽ കലാം ആയിരുന്നേ. അവിടെ നിന്ന് ഓർത്തിരിക്കുക. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്?
ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ്. ശ്വസന പ്രവർത്തനങ്ങളിലെ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നിശ്വാസ സമയത്ത് നടക്കുന്നതാണ്. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരാസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരാസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു. ഔരാസാശയത്തിന്റെ വായുമർദ്ദം കുറയുന്നു. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. 1ഉം 3ഉം എന്താണ്? ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുകയാണ്. നിശ്വാസ സമയത്തിലെ നമ്മൾ പുറത്തേക്ക് വായു വിടുകയാണ്. അപ്പോൾ നിശ്വാസ സമയത്ത് എന്ത് നടക്കുന്നു? വായു പുറന്തള്ളപ്പെടുന്നു. പിന്നെ ഔരാസാശയത്തിന്റെ മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. വ്യാപ്തി എപ്പോഴാണ് വർദ്ധിക്കുന്നത്? ഉച്ഛ്വാസത്തിലാണ് വ്യാപ്തി വർദ്ധിക്കുന്നത്. ഔരാസാശയത്തിന്റെ വായുമർദ്ദം കുറയുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസ സമയത്താണ്. ഇവിടെ ശ്വാസകോശത്തിന്റെ സംരക്ഷണാവരണം ഏതാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അറിയുന്നവർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏത്? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏത്? ഓപ്ഷൻ സി മറയൂരാണ് കേട്ടോ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? ഓപ്ഷൻ സി മറയൂർ. ദേശീയ മുദ്രയുടെ ചുവട്ടിലായി എഴുതിയിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി മുണ്ടകോപനിഷത്തിൽ നിന്നാണ് നമ്മുടെ സത്യമേവ ജയതേ എന്നുള്ള വാചകം എടുത്തിരിക്കുന്നത്. ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കുന്നതെന്ന്? ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ജൂൺ 23-നാണ് ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ആചരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള PK ബാനർജിയുടെ ജന്മദിനമാണ് കേട്ടോ. അന്ന് PK ബാനർജിയുടെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 101 GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റത്തിനാണ് ഉദാഹരണം അല്ലാത്തത് ഏത്? ജലം ഐസാകുന്നു, പഞ്ചസാര കരിയാകുന്നത്, മെഴുകുരുകുന്നത്, ജലം നീരാവിയാകുന്നത്. ഏതാണ് ആൻസർ? പഞ്ചസാര കരിയാകുന്നത് ഒരു രാസമാറ്റമാണ് അല്ലേ, ഭൗതിക മാറ്റമല്ല. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏത്? വേലിയേറ്റത്തിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം, കൽക്കരി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി കൽക്കരിയാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന ജീവകം ഏത്? പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന ജീവകം. 1857 കലാപത്തിന് അവധിൽ നേതൃത്വം നൽകിയത് ആരാണ്? അവധിലാണ്. 1857 കലാപത്തിൽ അവധിൽ നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹലാണ് അവധിൽ നേതൃത്വം കൊടുത്തത്. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അരയ സമാജം. അരയ സമാജം ആരുടെ പ്രസ്ഥാനമാണ്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പന്റെ പ്രസ്ഥാനമാണ് അരയ സമാജം എന്നുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? യൂണിയൻ പവർ കമ്മിറ്റി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആരുടെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഹൗസ് കമ്മിറ്റി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യയാണ് കേട്ടോ. പട്ടാഭി സീതാരാമയ്യയാണ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ. യൂണിയൻ പവർ കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി ഇരവികുളം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി മതേതരത്വവും സ്ഥിതി സമത്വവുമാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. മതേതരത്വവും സ്ഥിതി സമത്വവും. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏത്? കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ എ മെഡിസെപ്പ്.
എംഫസീമ ബാധിക്കുന്ന അവയവം ഏത്? എംഫസീമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ശ്വാസകോശം. നമുക്കറിയാമല്ലേ എംഫസീമ എന്താണ്? ഒരു പുകവലി രോഗമാണ് അല്ലെ. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്, ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫസീമ എന്ന് പറയുന്നത്. ജലദോഷത്തിന് കാരണമായത് ഏത് വൈറസാണ്? ഓപ്ഷൻ എ റൈനോ വൈറസ് ആണ് കേട്ടോ. ജലദോഷത്തിന് കാരണമായത് ഏതാണ്? റൈനോ വൈറസ്. മലബാറിൽ നിന്നിരുന്ന എട്ടേമട്ട് എന്ന ആചാരത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. മലബാറിൽ നിലനിന്നിരുന്ന എട്ടേമട്ട് എന്ന ആചാരത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദനാണ് കേട്ടോ. എട്ടേമട്ട് എന്ന ആചാരത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. തെറ്റായ പ്രസ്താവന ഏത്? ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. വൃത്തപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമവർത്തുള ചലനം എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്തുവിൻ്റെ ചലനത്തെ പരിക്രമണം എന്ന് പറയുന്നു. പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ് ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്തുവിൻ്റെ ചലനം പരിക്രമണമല്ല, എന്താണ്? ഭ്രമണമാണ്. ഭ്രമണം. പരിക്രമണത്തിൽ എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനവും ഉണ്ടായിരിക്കും, വേറൊരു വസ്തുവിനെ സ്വയം ചുറ്റുന്നും ഉണ്ടായിരിക്കും. അതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് അല്ലേ. പരിക്രമണം എന്ന് പറയുന്നത്. ഭ്രമണം എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ബാക്കി ഈ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് സമവർത്തുള്ള ചലനം, അതുപോലെ തന്നെ പരിക്രമണം, ഭ്രമണം, ഘൂർണന ചലനം, ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ എല്ലാ ഡെഫിനിഷൻസ് പഠിച്ചിരിക്കണേ. ഈ ഘൂർണന ചലനമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ് എന്തെന്ന് പറയുന്നത്? ഘൂർണന ചലനം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണത്, പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏത്? കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? KP കേശവമേനോൻ. മാതൃഭാഷയുടെ പോരാളി മക്തി തങ്ങൾ. സർവ്വവിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികൾ. സിംഹളസിംഹം K കേളപ്പൻ. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. സിംഹളസിംഹം ആരാണ്? C കേശവനാണ് കേട്ടോ. സിംഹളസിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? C കേശവനാണ്. K കേളപ്പൻ എങ്ങനെ അറിയപ്പെടുന്നു? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ആര്? K കേളപ്പൻ. ബാക്കി നോക്കൂ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? KP കേശവമേനോൻ. മാതൃഭാഷയുടെ പോരാളി മക്തി തങ്ങളാണ്. സർവ്വവിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികളാണ്. സിംഹളസിംഹമാരാണ്? C കേശവനാണ്. K കേളപ്പൻ കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത്. ഓപ്ഷൻ ബി മൂർക്കോത്ത് കുമാരനാണ് കേട്ടോ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ലോക്പാൽ പദവി വഹിക്കുന്നത് ആര്? നിലവിലെ ലോക്പാൽ പദവി വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ AM ഖാൻവിൽക്കറാണ് നിലവിലെ ലോക്പാൽ കേട്ടോ. ആരാണ്? AM ഖാൻവിൽക്കറാണ് നിലവിൽ ലോക്പാൽ പദവി വഹിക്കുന്നത്. തുഷാർ മേത്ത ആരാണ്? തുഷാർ മേത്ത സോളിസിറ്റർ ജനറലാണ് കേട്ടോ. നിലവിലെ നമ്മുടെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത എന്ന് പറയുന്നത്. ആർ വെങ്കിട്ടരമണിയോ? അറ്റോർണി ജനറലാണ് കേട്ടോ. അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി കേട്ടോ. അറ്റോർണി ജനറൽ. N അനിൽകുമാർ എന്ന് പറയുന്നത് കേരള ലോകായുക്തയാണ് കേട്ടോ. കേരള ലോകായുക്ത എഴുതി വെക്കണേ. കറണ്ട് അഫെയർ പദവികളൊക്കെ പ്രത്യേകം ഒരു പേപ്പറിലോ ഒരു ബുക്കിൻ്റെ ഒരു സൈഡിലോ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ വല്ലാണ്ട് പരതേണ്ട ആവശ്യമില്ല. പരത മീൻസ് തപ്പുക. അപ്പം നിലവിലെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കറാണ്. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. അനിൽകുമാർ ആരാണ്? കേരള ലോകായുക്തയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദവികളിൽ തെറ്റായത് ഏത്? കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള ചലച്ചിത്ര കലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ K മധു. ഇതിൽ തെറ്റായ പദവി ഏത്?
ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. OS ഉണ്ണികൃഷ്ണൻ. കെ മധു ആരാണപ്പോൾ? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് കേട്ടോ. വികസന കോർപ്പറേഷൻ ചെയർമാനാണ് കെ മധു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നും കൂടെ നോക്കാം. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. സാഹിത്യ എഴുത്തുകാരിലെ അപ്പോൾ സച്ചിദാനന്ദൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. കേരള ലളിതകല മുരളി അങ്ങനെ പഠിക്കാം കേട്ടോ. ലളിതകല മുരളി ചീരോത്ത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. പിന്നെ ഏതാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? കെ മധു. 15ാമത് ഉപരാഷ്ട്രപതി. 15ാമത് ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ CP രാധാകൃഷ്ണനാണ് നമ്മുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അദ്ദേഹം ഏത് സ്വദേശിയാണ്? തമിഴ്നാട് സ്വദേശിയാണ് കേട്ടോ. പഠിച്ചിരിക്കണേ. തമിഴ്നാട് സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആര്? നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്പൽ കുമാർ സിംഗ് ആണ് നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ. നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. കെ സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് നിലവിലെ CAG ആണ് കേട്ടോ. നിലവിലെ CAG ആണ് കെ സഞ്ജയ് മൂർത്തി. കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ജനറലാണ് കെ സഞ്ജയ് മൂർത്തി കേട്ടോ. നിലവിലെയാണ്. അടുത്തത് വിക്രം മിസി ആരാണ്? വിക്രം മിസി വിദേശകാര്യ സെക്രട്ടറി ആണ് കേട്ടോ. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസിയാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ്. ഒന്നുകൂടെ നോക്കാം. നിലവിലെ കേരള ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. CAG ആരാണ്? കെ സഞ്ജയ് മൂർത്തി. വിക്രം മിസിയാണ് വിദേശകാര്യ സെക്രട്ടറി. ആരാണ്? വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസി. അതുപോലെ തന്നെ ഗോവിന്ദ് മോഹൻ ആരാണ്? ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി ആണ് കേട്ടോ. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. ഇതെല്ലാം എഴുതി വെച്ചേക്കണേ. ഈ വിക്രം മിസിയൊക്കെ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതെന്ന്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതെന്ന്. ഓപ്ഷൻ എ 2026 ജനുവരി 7 മാധവ് ഗാഡ്ഗിൽ അന്തരിക്കുന്നത്. 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ ബി മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കേട്ടോ. മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഇതിൽ 12th ഫെയിൽ എന്ന് പറയുന്നത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതാണ് കേട്ടോ. 12th ഫെയിൽ എന്ന് പറയുന്നത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയെ തിരഞ്ഞെടുത്ത ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി. 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി. ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഏത് പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സേവാ തീർത്ത് എന്നുള്ള പേരിലാണ് കേട്ടോ. സേവാ തീർത്ത് എന്ന പേരിലാണ് മുഖ്യമന്ത്രിയുടെ പുതിയ ഓഫീസ് അറിയപ്പെടാൻ പോകുന്നത്. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് കേട്ടോ. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. രണ്ടാമത്തേത് ഗുജറാത്താണ്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ഏത്? ആരാണ്? അസർബൈജാനാണ് കേട്ടോ. അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
പിന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്വാസകോശത്തിൻ്റെ സംരക്ഷണാവരണം ഏത് എന്നുള്ളത് കേട്ടോ. അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്